കേരളത്തിൻ്റെ കൃഷി രംഗവുമായി ബന്ധപ്പെട്ടിട്ട് പ്രൈമറി അഗ്രികൾച്ചറിന് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി പ്രൈമറി അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ സെക്കൻഡറി അഗ്രികൾച്ചറിനും ദ്വിതീയ മേഖലയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപാദനത്തിൽ നമുക്ക് മെച്ചമുണ്ടാക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാവുന്ന തരത്തിലേക്ക് എത്തി. അഖിലേന്ത്യാ ശരാശരി താഴേക്ക് പോകുന്ന അവസരത്തിലും കേരളത്തിന്റെ കാർഷിക മേഖലയിൽ നല്ല വളർച്ച ദൃശ്യമാകുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെയും മറ്റും ഉള്ള ഇടപെടലുകളുടെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നതാണ്. ഒരു നല്ല പങ്ക് ഗവൺമെന്റിന് ഇക്കാര്യത്തിനകത്ത് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2.1 ആയി കാർഷിക മേഖലയുടെ വളർച്ച കാണിക്കുന്ന അവസരത്തിൽ അഖിലേന്ത്യാ കാർഷിക വളർച്ച 2.1 ആയിരുന്ന അവസരത്തിൽ കേരളത്തിൽ അത് 4.65 ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ സംസ്ഥാന സർക്കാർ മാത്രം ഒരു ഇടപെടൽ നടത്തിയെന്നല്ല ഞാൻ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, വ്യക്തികൾ, നമ്മളുടെ കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇങ്ങനെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയും നല്ല ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തി കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ബോധവും ബോധ്യവും ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതിന് കേരളീയ സമൂഹവും വളരെ ഗൗരവത്തോടുകൂടി ഇന്ന് കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ 2006-11 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ജൈവ കാർഷിക നയം പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു ജൈവ കാർഷിക മിഷന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രൂപം കൊടുക്കുകയുണ്ടായി. അതിനനുസരിച്ച് ജൈവ കൃഷിക്ക് നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിങ്ങിന് ഒരു വലിയ പിന്തുണയും പിൻബലവും നൽകേണ്ടത് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ. നാച്ചുറൽ ഫാമിംഗ് കേരളത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള നല്ല പരിശ്രമങ്ങളിലേക്ക് ഏർപ്പെട്ടു. നമ്മുടെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന SM വിജയാനന്ദ് ആണ് നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു സബ് മിഷനുണ്ട്. ജൈവ കാർഷിക മിഷന്റെ സബ് മിഷനായി പ്രവർത്തിക്കുന്ന ആ മിഷന്റെ ചുമതല അദ്ദേഹത്തിനാണ് നൽകിയിരിക്കുന്നത്. ഈ രംഗത്ത് വളരെയധികം വർഷങ്ങളായി ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചുമതല നൽകിയത്. ഇതൊക്കെ ഒരു വോളണ്ടറി സർവീസാണ്. ആ തരത്തിൽ അദ്ദേഹം ആ സേവനം ചെയ്യാൻ സന്നദ്ധത നമ്മൾ ചോദിച്ചപ്പോൾ സന്നദ്ധനാവുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ ആ പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനം വളരെ വലിയ പ്രശ്നങ്ങൾ തീർക്കുന്നു എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ള കൃഷിയിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായി വരുന്നത്. ഇതൊക്കെയും വലിയ പണച്ചിലവുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യം ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതിനാവശ്യമായ പണം എങ്ങനെ എന്നുള്ള കാര്യമാണ്. എങ്ങനെ ഇതിനുള്ള പണം കണ്ടെത്തും ഞങ്ങൾ ആലോചിച്ചു. കാലാവസ്ഥയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ കാർഷിക മേഖലയിൽ നടത്തേണ്ടുന്ന ഇടപെടലുകളുണ്ട്. അങ്ങനെ ഇടപെടൽ നടത്താൻ നോക്കുമ്പോഴാണ് ഞങ്ങളൊരു പദ്ധതി വിഭാവനം ചെയ്തു. അങ്ങനെയാണ് കേരള ക്ലൈമറ്റ് റെസിലിയൻസ് അഗ്രി വാല്യൂ ചെയിൻ പദ്ധതി എന്ന തരത്തിലേക്ക് കേര എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തത്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് നല്ല സാമ്പത്തിക ചെലവ് വരും. അത്രമേൽ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് വർത്തമാന കാലത്തിൻ്റെ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിക്കാൻ പാകത്തിൽ കർഷകർക്കൊരു പിന്തുണയും പിൻബലവും നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ 2365 കോടിയുടെ കേര പദ്ധതിക്ക് തുടക്കം കൊടുത്തത്. അത് കേരളത്തിൽ നടപ്പിലായി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ലഭ്യമാകും. വയനാട് ജില്ലയിൽ നമ്മൾ പറയുമ്പോൾ കാപ്പി കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് നമ്മളത് നടപ്പിലാക്കാൻ പോകുന്നത്. ഉൽപാദനക്ഷമത കുറഞ്ഞ കാപ്പിച്ചെടികൾ മാറ്റി ഉൽപാദനക്ഷമത കൂടിയതും കാലാവസ്ഥ പ്രതിരോധ ശേഷി ഏറിയതുമായ കാപ്പി ഇനങ്ങൾ നടുന്നതിന് ഹെക്ടർ ഒന്നിന് 1,10,000 രൂപ വരെ ഒരു കർഷകന് പരമാവധി 2 ഹെക്ടറിന് ധനസഹായം ലഭിക്കുന്ന തരത്തിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി 0.1 ഹെക്ടറിനും 10 ഹെക്ടറിനിടയിൽ കാപ്പി കൃഷിയുള്ള കർഷകർ അതിന് സഹായത്തിന് അർഹരായിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങളും ഉണ്ടാവും. ഈ പുനർനടിയിൽ എന്ന തരത്തിൽ വരുന്ന ചെയ്യുന്നതിന് 1360 ഹെക്ടറിന് ഒരു 1496 ലക്ഷം രൂപ ഈ പുനർനടിയിൽ ധനസഹായമായി നൽകുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 14.96 കോടി രൂപ വയനാട്ടിൽ
ഈ കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ലഭ്യമാകും. അതോടൊപ്പം തന്നെ ജലസംഭരണി, സ്പ്രിംഗ്ലർ ജലസേചനം, അതിലൊരു ഹെക്ടറിന് 50,000 രൂപ നിരക്കിൽ 1458 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം നടത്തുന്നതിനായി ഏതാണ്ട് ഒരു 7 കോടി അധികം രൂപ, 7.5 കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇക്കോ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് ചെലവാകുന്ന തുകയുടെ 75% തുക, പരമാവധി 2 ലക്ഷം രൂപ വരെയും, അങ്ങനെ ഒരു ആകെ 50 ലക്ഷം രൂപ ധനസഹായം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല മെച്ചപ്പെട്ട തൈകൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. വയനാടൻ കോഫിക്ക് നല്ല മാർക്കറ്റെല്ലാം ഉണ്ട്. ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് നമുക്കതിനെ ഇപ്പോൾ എത്തുന്നുണ്ട്, കൂടുതലായി എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടുതലായി എത്തിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമാകുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ഏറ്റവും നല്ല ഇനം കാപ്പി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അത് വിതരണം ചെയ്യുക, വിപണനം ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നഴ്സറികളെ തെരഞ്ഞെടുത്ത് 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ എന്നുള്ള തരത്തിൽ, ഒരു നഴ്സറിക്ക് 6 ലക്ഷം രൂപ എന്ന തരത്തിൽ 180 ലക്ഷം രൂപ ഒരു സ്ഥിര മൂലധന നിക്ഷേപങ്ങൾക്കായി ഇത്തരത്തിൽ നൽകുന്നതിനും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാഗം കർഷകർക്കുള്ള ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും കോഫി ബോർഡിന്റെയും സഹായത്തോടും സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കൃഷി വകുപ്പ് മാത്രമായിട്ടല്ല, ഈ തരത്തിൽ ഇതിൻ്റെ ഡേറ്റാസും മറ്റു കാര്യങ്ങളെല്ലാം ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിൻ്റെ കൈകളിൽ വരുന്നൊരു കാര്യമല്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോഫി ബോർഡാണ് ഇക്കാര്യത്തിലെല്ലാം ബന്ധപ്പെട്ട് നിന്നത്. കേരളത്തിൽ അടുത്തിടെയാണ് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് തന്നെ രൂപീകരിച്ചത്. കൃഷി എന്നുള്ളതെല്ലാം കൂടി ചേരുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത്തരൊരു പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ ഞങ്ങളുടെ ഇതിൽ വരുന്നതല്ല എന്നുള്ളൊരു പേരിൽ ഒന്നും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഏലം, കോഫി, റബ്ബർ എന്നിവയ്ക്കെല്ലാം സാധ്യമാവുന്നിടത്തോളം സഹായ പദ്ധതികൾ കേരയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട് പോലെ ഒരു ജില്ലയിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ള അങ്ങേറ്റം സന്തോഷകരമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2365.5 കോടി രൂപയാണ് കേര പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേരളത്തിൽ കൃഷി വകുപ്പിൽ നടപ്പിലാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. കൃഷി വകുപ്പിൽ 40 കൊല്ലത്തിന് ഇങ്ങനെ ഒരു വലിയ പദ്ധതി നടപ്പിലായിട്ടില്ല. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കൃഷി വകുപ്പിൽ നടപ്പിലാക്കുന്ന. 40 കൊല്ലത്തിനിടയിലല്ല, കൃഷി വകുപ്പിൽ തന്നെ കേരളത്തിൽ നടപ്പിലാവുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കേര പദ്ധതി. 40 കൊല്ലത്തിനിടയിൽ വലിയ പ്രോജക്റ്റുകളൊന്നും, ഒരു 1000 കോടി വരുന്ന തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളൊന്നും അടുത്ത കാലത്ത് നടന്നിട്ടേ ഇല്ല. അവിടെയാണ് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാവുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിൽ കഴിഞ്ഞിരിക്കുന്നത്. റബ്ബർ മേഖലയ്ക്കുള്ള ഇൻസെൻറ്റീവ്സ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കേര പദ്ധതി അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. വയനാട്ടിലെ കാപ്പി കർഷകർക്കും അതിൻ്റെ മെച്ചം വളരെ താമസിയാതെ തന്നെ ഇതിൻ്റെ പരിശോധനകളും കണക്കെടുപ്പുകളും നടത്തി അർഹരായ കർഷകരെ കണ്ടെത്തി അതിനകത്ത് എത്രമാത്രം ഈ പണം ഓരോരുത്തർക്കും നൽകാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ അർഹർക്ക് ഈ തുകയും അതിന് സഹായവും എത്തിക്കും. കൃത്യമായ പരിശോധനകൾ ഇക്കാര്യത്തിനുണ്ടാവും. കേവലമായ ഒരു പണവിതരണം എന്നതിനപ്പുറത്തേക്ക് ഈ പദ്ധതി ഫലപ്രാപ്തിയിലെത്തുന്നെന്ന് ഉറപ്പുവരുത്തുന്നതിന് കഴിയുന്ന സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു സബ്സിഡി വിതരണത്തിൻ്റെ പരിപാടിയായി, ഒരു പണം വിതരണം നടത്തുന്ന ഒരു പദ്ധതിയായി മാത്രമല്ല ഇതിനെ കണ്ടിരിക്കുന്നത്. കൃത്യമായ നിബന്ധനകളെല്ലാം ഈ കാര്യത്തിലുണ്ട്. അങ്ങനെയാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. വയനാട്ടിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാനത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചത്.